പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ MDTVയുടെ പുതിയൊരു ചലഞ്ച് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈയിടെയായിട്ട് കുറച്ച് മാംഗോ ചില്ലി വെച്ചുള്ള ചലഞ്ചാണ് നമ്മൾ റീസെന്റ് ആയിട്ട് എപ്പോഴും ചെയ്തെങ്കിൽ ഇന്ന് നമ്മൾ കുറച്ച് ഇന്റർനാഷണൽ പിടിക്കുകയാണ്. മറ്റൊന്നുമല്ല, ടെക്കീല കെമയോ വെച്ചുകൊണ്ടുള്ള ഒരു ടെക്കീല ഡ്രിങ്കിങ് ചലഞ്ച് എന്ന് വേണം നമുക്ക് പറയാം. അതെ, ഇത്തിരി ഹൈലി എക്സ്പ്ലോസീവ് കണ്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഇത് ടെക്കീല അല്ല, ഒരിക്കലും ടെക്കീല പോലത്തെ ഫ്ലേവേർഡ് ഡ്രിങ്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു അർത്ഥത്തിൽ വീഡിയോ കാണണം, വീഡിയോ സ്വീകരിക്കണം. അപ്പൊ എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ചലഞ്ച് നടത്താൻ പറ്റിയ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. Stay tuned and follow me. ടെക്കീലയുടെ ഏത് ഫ്ലേവർ ആണെന്ന് എനിക്ക് അറിയില്ല ഇവിടെ ഇരിക്കുന്നത്. എന്നിരുന്നാലും ഉള്ളത് വെച്ച് നമുക്ക് നല്ല ബ്ലാസ്റ്റ് ചെയ്യാം. ടെക്കീല ഒരുപാട് ഏകദേശം ഒരു 10-12 വർഷത്തിന് ശേഷമാണ് MD ട്രൈ ചെയ്യാൻ പോകുന്നത്. കാരണം ലാസ്റ്റ് തവണ ടെക്കീല കഴിച്ചപ്പോൾ ഉണ്ടായത് എന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം. ദേവോ എന്നെ ഓർപ്പിച്ചേക്കണം കേട്ടോ ഈ പറയാൻ ഉണ്ടായിരുന്ന കാര്യം. ഞാനത് മറന്നു പോകും. മറ്റു പല പല കാര്യങ്ങളിലേക്ക് MD കടന്നു കയറും. അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യം ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. ഹൈലി ഇൻഫ്ലേമബിൾ ചലഞ്ച്. അറിയാം, ടെക്കീല എന്ന് പറയുമ്പോൾ നമ്മൾ ഷോട്ട് അടിക്കുന്ന കാര്യമാണ്. നമ്മൾ 1.5 years, പ്രോബബ്ലി 2 years ബിഫോർ നമ്മൾ ടെക്കീല വീഡിയോ ചെയ്യുന്നതാ. ഈ കാണുന്ന ഐറ്റംസ് ടെക്കീല എന്ന പേര് മാത്രമല്ല കേട്ടോ, ഫ്ലേവേർഡ് വാട്ടർ മാത്രമാണ്, പ്യുവർ വാട്ടറാണ്. ഞങ്ങൾ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എന്തിരുന്നാലും ഇന്നത്തെ ഈ ടെക്കീല ചലഞ്ച് നമ്മളൊന്ന് ബ്ലാസ്റ്റ് ആക്കണമെങ്കിൽ ഞങ്ങളിത് കഴിക്കണം. കഴിക്കാതെ ഒരു ചലഞ്ചും പിറക്കുന്നില്ലല്ലോ. അപ്പോൾ എന്തിരുന്നാലും എല്ലാം സെറ്റാണ്. സാധനങ്ങളെല്ലാം സജ്ജീകരണങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇനി അങ്ങ് തുടങ്ങിയാൽ മാത്രമേ. നമ്മുടെ ബ്രോ ഇതിനു മുമ്പ് ടെക്കീല കഴിച്ചിട്ടില്ല അല്ലേ? കേട്ടോ, ഇതിനു മുമ്പ് ടെക്കീല ഇല്ല, ഫസ്റ്റ് ടൈം ആണല്ലേ? അപ്പോൾ എന്തിരുന്നാലും നമ്മുടെ ടെക്കീല കൂടെ ഇതാണ് അതിൻ്റെ ആഫ്റ്റർ മാത്ത് എന്ന് പറയുമ്പോൾ എൻജോയ് ചെയ്യുക അല്ലേ? അപ്പോൾ ഇതിൻ്റെ രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ബ്രോ. അതായത് ടെക്കീല കഴിക്കുക, ഇതിനകത്ത് ഉപ്പാണ് അറിയല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ഒറ്റ ഷോട്ടിൽ അടിക്കുക, എന്നിട്ട് ആ നാരങ്ങ എടുത്ത് കടിക്കുക. അതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ. റെഡിയാണോ? റെഡി. ഓക്കെ, ലെറ്റ്സ് ഡു ദിസ് മാൻ. 8 തീർത്തിട്ട് അഭിപ്രായം, അല്ലെങ്കിൽ 8 തീർക്കാൻ പറ്റുമോ എന്നാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ചിന്റെ ഒരു തുടങ്ങിക്കോ മച്ചാനെ. കത്തിപ്പോയല്ലേ? എന്താണ് ഫീല്? ഫസ്റ്റ് ടൈം എവർ ട്രൈയിങ്. അപ്പോൾ ടെക്കീല എന്താണെന്ന് എനിക്ക് നല്ല മുൻപരിചയമുണ്ട്. ടെക്കീല ഇറങ്ങിയ സമയത്ത് നമ്മുടെ ആലപ്പുഴ പഴയ ലാബ്, ആർക്കാഡിയ ലാബിൽ ആണ് ആദ്യമായിട്ട് ആലപ്പുഴയിൽ ടെക്കീല ഇറങ്ങിയത്. ആ ടൈമിൽ ടെക്കീല തന്നെയായിരുന്നു സ്ഥിരമായിട്ട്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഒരു മുല്ലക്കൽ ചെറപ്പിൻ്റെ സമയത്ത് ഗ്രീൻ ലേബലിൻ്റെ ഒരു പൈൻ്റ് എടുത്തു ഞാനും നമ്മുടെ വേറൊരു ഫ്രണ്ടുമായിട്ട്. അതടിച്ച് കഴിഞ്ഞതിന് ശേഷം ടെക്കീല അടിക്കണമെന്നൊരു മോഹം ജനിച്ചു. കഴിച്ചു, എത്രയാണെന്ന് പോലും അറിയാതെ കഴിച്ചു. അടിച്ച് വീലായി, അടിച്ച് ഓഫായി. 2 മണിക്കൂർ ഞാൻ അബോധാവസ്ഥയിലായിരുന്നു. അതായിരുന്നു എൻ്റെ ലാസ്റ്റ് എവർ ടെക്കീല ട്രയൽ. അതിനുശേഷം ഇപ്പം വീണ്ടും വന്നിരിക്കുകയാണ് ടെക്കീല. സോ ലെറ്റ്സ് ഡു ദിസ് ഗൈസ്. എനിക്കിപ്പം തന്നെ ഓക്കാനും വരുന്നുണ്ട് കേട്ടോ, ആ പഴയ ഓർമ്മ തികട്ടി വരുന്നുണ്ട്. സോ ലെറ്റ്സ്. ഇതാണ് അതിൻ്റെ പ്രോട്ടോകോൾ, ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. അതായത് ടെക്കീല കഴിക്കുമ്പോൾ പറയാം, ഷോട്ട് അടിക്കുക, നിറഞ്ഞ് കടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാള് ജനിക്കും. അപ്പോൾ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആണെങ്കിൽ പോലും, കാരണം പുള്ളിക്കാരൻ ആദ്യമായിട്ടും ട്രൈ ചെയ്യുകയാണ്. അതായത് ഞാനിന്ന് ടെക്കീല ലാസ്റ്റ് കഴിച്ചു, എന്നിട്ട് അബോധാവസ്ഥയിലായ ഓർമ്മകൾ. പക്ഷേ ഓർമ്മകളിൽ ഞാൻ ജീവിക്കാമല്ല. പണ്ട് ലാലേട്ടൻ സാഗറിലാസനത്ത് പറഞ്ഞ പോലെ ഓർമ്മകളല്ല, നമ്മൾ ജീവിതം നേരിടണം. അതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തിനാലും ഒരെണ്ണം കൂടെ എടുത്ത് പടയ്ക്കാൻ പോകും, ആ ഓർമ്മ പുതുക്കാനായിട്ട്. ഞാൻ ഓവർടേക്ക് ചെയ്യുന്ന ആർക്കും തോന്നരുത്, എൻ്റെ ഒരു ആവേശത്തിൻ്റെ പുറത്താണ്, മറ്റേ പുറത്ത് ബാക്കിൽ. ചുമ്മാ ഒന്ന് പേടിപ്പിച്ചത്. അപ്പോൾ ഇനി നമ്മുടെ ബ്രോയുടെ റൗണ്ട്
ചലഞ്ച് അല്ലേ? കാരണം ഇതില്ലെങ്കിൽ പണി വാളിപ്പോകും കേട്ടോ. ഇതെൻ്റെ ഒരു ഭാഗമാണ് ആക്ച്വലി. എന്താണെന്ന്? അതെ, ഐഫിൽ ടവർ. എന്ത് പറയുന്നു? എന്തേലും പറയാനുണ്ടോ? ആ നാരങ്ങ എടുത്ത് കടിച്ചു പിഴിയും കളയരുത്. പണ്ട് ഡ്രാഗൻ കടിച്ച് അവർക്ക് തിന്നു കളഞ്ഞു. എന്ത് പറയുന്നു ബ്രോ? എന്താണ് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പൊ തന്നെ? ഓക്കെ ഗൈസ്, ഐ ആം റെഡി. തലയ്ക്ക് കൊളുത്തിട്ടുണ്ട് കേട്ടോ, വർഷങ്ങൾക്ക് ശേഷമല്ലേ. അയ്യോ ചതിച്ച മോനെ, നാരങ്ങ എടുത്തില്ല. വേഗം എടുക്കാല്ലേ? ഇതില്ലാതെ ഒരു ടെക്കീല ഇല്ല. ടെക്കീല എവിടെ ഉണ്ടോ അവിടെ ഇത് വേണം. എനിക്ക് പിന്നെ ആരെടുത്തോണ്ട് വരും? ഇനി ഇത് തന്നെ കടിച്ചാ മതി. ആ ഇവന്മാരും ഇവിടെ കുഞ്ചാക്കോന് ഒരു പടമുണ്ടല്ലോ, തൊണ്ടി മുതലും തൊണ്ടി മുതലല്ല എന്നാ താൻ കേസ് കൊടുക്കും. എന്ത് വന്നൂരെ? ഇതൊക്കെയാണ് എന്റെ ആംഗ്യങ്ങള്. ഇവിടെ ഞാൻ കടിച്ചത്, നീ ഇപ്പുറത്ത് കടിച്ചാൽ മതിയേ. കമോൺ മൈ ബ്രോ. എന്നാ ഇത് പിടിച്ചോ, ആയുധം കയ്യിൽ വേണം. ഈ സൈഡ് കടിക്കണേ. ഓ എരിഞ്ഞ് കത്തി ഇറങ്ങിപ്പോയി. എനിക്കത് മനസ്സിലാകും, കാരണം ഞാൻ അതേ സാധനം കഴിച്ചിട്ട് അതേ ഫീൽ നിൽക്കുന്നതാണ്. എനിക്കത് മനസ്സിലാകും. പോയെന്നല്ലേ? അല്ലേ, സത്യമല്ലേ? പോയെന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്താണല്ലേ ഇതിനകത്ത് ഇരിക്കുന്നത്? പട്ടച്ചാരായമാണോ? ഓഹോ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ടക്കിയിലേക്ക് ഒരു ചേസ് വെച്ചില്ല അല്ലേ? ഇറ്റ്സ് ടൈം ഫോർ ദ ചേസ്. പഠിച്ചോ, അല്ലാതെ വേറെ വഴിയില്ല. എനിക്ക് നിർത്താം. ദിസ് ഈസ് എ ചാലഞ്ച് വീഡിയോ. ഓക്കെ. താങ്കളുടെ അഭിപ്രായം എന്താ? ഈ ചലഞ്ച് വേണമെന്ന് വേണ്ടായിരുന്നു? അല്ല, എന്റെ ഫസ്റ്റ് ടൈം ആണ്. സാധനം കൊള്ളാം. നൈസ്. കിക്കൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ നോർമലി മറ്റേ ബെക്കാടി അങ്ങനെയുള്ള സാധനമൊക്കെ ഷോർട്ട് അടിച്ചല്ല. ഈ ഒരു സാധനം ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, അതിലും ബെറ്റർ ആണ്. സോ ബ്രോ എന്ത് പറയുന്നു? ഓരോന്നും കൂടെ മേടിക്കട്ടെ. എന്തായാലും അംഗത്തിന് ഇറങ്ങി ഒരു 2 കൂടെ പോയിട്ട് ആ മൂടിലേക്ക് ഞാൻ ഇപ്പോഴാണ് മൂക്കിയത് ഉപ്പാ മൂക്കില്ല. അയ്യോ, ഓരോന്നോട്ട് പറയട്ടെ. അപ്പൊ ഓരോന്നോട്ട് പറയട്ടെ. അല്ലേ, നിന്റെ ചെറിയ ഗോപുരം അപ്പുറത്ത് വെച്ചായിരുന്നല്ലോ, അത് നിന്റെയാ? വീഡിയോയുടെ ഫൈനൽ റൗണ്ട്. ദിസ് ഈസ് ആക്ച്വലി ആൻ അൺഒഫീഷ്യൽ റൗണ്ട് അല്ലേ? നമ്മൾ ചോദിച്ച് വാങ്ങിയ റൗണ്ടാണ്. അപ്പൊ എന്നിരുന്നാലും ഇതുകൊണ്ട് നമുക്കിങ്ങ് തീർക്കാം അല്ലേ? സോ ദ ഫൈനൽ സീരീസ് ഓഫ് ദ നൈറ്റ്. കൊള്ളാന്നോ? തലക്കേറി കൊടുത്തില്ലേ? എൻ്റെ എല്ലാം പോയി ഗൈസ്. അപ്പോൾ ഇതാണ് ഒരു തട്ടുകട. നമ്മുടെ EMS സ്റ്റേഡിയത്തിൻ്റെ വാതിക്കലുള്ള തട്ടുകടയാണ്.
പുള്ളി എന്താ പരിപാടി? എന്തുകൂടാ മരം മാങ്ങയാണോ? അല്ല പുള്ളി അതിൻ്റെ കൂടെ ഒരു കടലക്കറി കൊടുത്തോ. നാല് ദോശ, പിന്നെ ഒരു കടലക്കറി, പിന്നെ ഒരു ഡബിൾ ഓംലെറ്റ്. ഞാൻ കറിയൊന്നുമില്ല. 2 ദോശ, ഓംലെറ്റ് ഒന്നുമില്ല. 3 ദോശ. അരിപ്പത്തിരി വേറെ പേരെന്ത് പറഞ്ഞു? ഒരു കടലക്കറി എടുത്ത് വെച്ചു. സാമ്പാറോ? അരിപ്പത്തിരിയോട് കൂടെ എന്തിന്? പൊളിയില്ലേ? ആണോ ചേച്ചി? സാമ്പാറുണ്ടോ? സാമ്പാറല്ല, അതെന്തോ കടലല്ലേ? ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ട്. എന്തൊക്കെയാ? ഡബിളില്ല. തൽക്കാലം ഒരു അത് മോശം കേട്ടാ. ഞങ്ങൾക്ക് മുമ്പ് വന്നവർക്ക് കൊടുക്കണം. അവരൊക്കെ നമുക്ക് നമ്മുടെ വണ്ടി പാർക്കിന് മുമ്പ് അവരിയ്ക്കാണ്. ഞാൻ ഒരു കടല വാങ്ങി. സവാള കിട്ടും. ചേച്ചി സവാള കേട്ടോ? സവാള എന്തിനാ? ഫ്രൈ ഒന്നും ഇല്ലല്ലോ. അതൊന്നും എന്റെ മീൻകറിയല്ല, എന്റെ ഇത് കടലക്കറിയാണ്. ചനയാണോ കടലയാണോ? ഈ കടലക്കറി ഒഴിക്കട്ടെ? എടുത്ത് ഒഴിച്ചോ കമ്പത്തേക്കോ? എനിക്കല്ല, നിനക്കും എനിക്കും. കടല എപ്പോഴും നമ്മുടെ വീക്ക്നെസ് ആണ് അല്ലേ? ചപ്പാത്തി ആയാലും. ഓക്കെ, താങ്ക് യു. ഫ്രൈ എല്ലാ ഐറ്റത്തിന്റെ കൂടെ താങ്കൾക്ക് ഇതിനകത്ത് സവാള. നീ കഴിച്ചത് അപ്പൊ മനസ്സിലാവും. കടല എപ്പോഴും എന്റെ വീക്ക്നെസ്സാണ്. അത് എന്തുകൊണ്ടാണ് അറിയത്തില്ല. അത് പ്രകൃതിയുടെ അല്ല എംഡിയുടെ ഒരു ശാസ്ത്രമായിരിക്കും അല്ലേ? ഈ കടല എന്റെ എപ്പോഴും ഒരു വീക്ക്നെസ്. ഇതാരാ മീൻ പൊട്ടിച്ച്? ഓ, ഇതിനാണല്ലോ താങ്കൾ സവോള പറഞ്ഞു. എടുത്തിട്ട് ആ, മുളക് കറി. നമ്മുടെ ഷാപ്പാണ്, അന്ധകാരനഴി ഷാപ്പ്. കറിവേപ്പില നമ്മളെപ്പോഴും മറക്കുന്നതാണ്. എങ്ങനെയുണ്ട്? എരിവുണ്ടോ? എരിവേ ഉള്ളൂ അല്ലേ? ഷാപ്പിലെ ടേസ്റ്റ്. കറിവേപ്പില വെച്ച് എന്ത് ചെയ്യാൻ പോണ്? നീ കണ്ടോ? ഓഹോ, റോളാക്കാവല്ല, റോളല്ല. ഇതൊക്കെ ഹെൽത്തി സാധനമാവനെ, ഇനിയും കളയരുത്. ആ പറയണം. മീൻകറി കൊള്ളാം. ഇനി എന്തായാലും എന്റെ ഊഴമാണ്. ഇല്ല, കറി പറ്റിയ സ്ഥലത്തോട്ട് ഞാൻ ഇടൂല. അരിപ്പത്തിരി ഒരെണ്ണമൊന്നും ചേർത്ത് പിടിച്ചാൽ പോരാ, മിനിമം 2 എണ്ണം. അതാണ് അതിന്റെ ഒരു ശാസ്ത്രം. എരിവ് അറിയുന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണ് എരിവ് കറി. ഇതിന് മുമ്പ് ഷാപ്പ് നടത്തിയിട്ടുണ്ടെന്ന് സംശയമുണ്ട് അല്ലേ?
ഇനി താങ്കളുടെ സവോള പ്രയോഗം ഞാനൊന്ന് നടത്തിയോട്ടെ. ഞാൻ കരയുന്ന പോലില്ല ഇപ്പൊ, അല്ലേ? കരയുന്ന പോലല്ലേ? അവന്റെ ഒരു ടെക്കിലെയും മീൻകറി. ചക്കിലെ മീൻ കറിയോ? ചക്കിലെ വേറെ. നെയ്മീനാണോ ഇത്? ഇതാ നമുക്ക് പോകുമ്പോ പറയാം. എനിക്ക് ഡൗട്ട്. ശരിയാ, തവണ കൂടെ ചേരുമ്പോ അതുകൊണ്ട് ഈ സവള ഞാനിങ്ങനെ എടുക്കുക. അരിപ്പത്തിരി തീർന്നല്ലോ ബ്രോ. ഒരു ചേട്ടാ ഒരു അരിപ്പത്തിരി തരുമോ? മതിയോ? എന്നാ രണ്ടെണ്ണം ഞാൻ കഴിച്ചോളാം. എനിക്ക് വിശപ്പുണ്ട്, ഞാൻ കഴിച്ചോളാം. എനിക്ക് കേട്ടാ നിങ്ങൾക്ക് വേണ്ടേ? അവിടെ 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 ചേട്ടാ ഇതൊന്നും തന്നെ ഉള്ളു, രണ്ടല്ലേ പറഞ്ഞു. ചേട്ടാ ഒരു അരിപ്പത്തിന് കൂടെ. പ്യുവർ മീറ്റാണ്. വേണ്ട ഇവിടെ ഫിഷാറായിട്ട് നമുക്ക് കേൾക്കാം. നല്ല കോംബോ ഇടാം. മത്തല്ല നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങൾക്ക് വേണോ? ഞാൻ എടുത്തേ. ഇത് അമ്മ റബ്ബറിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നെയ്മീനെ തോന്നില്ല ചേട്ടാ, നല്ല എരിവേട്ടാ. ഷാപ്പിലെ കറി. ഷാപ്പിലെ കറി ഞങ്ങൾ പറയത്തുള്ളൂ, അത്രേ ഉള്ളു. അതെ ഞങ്ങള് പറഞ്ഞു നിങ്ങൾ മീൻകറി നല്ല എരിവ്, ഒരു രക്ഷയില്ലാത്ത എരിവ്. അപ്പൊ അവസാനത്തെ അരിപ്പത്രി, 10ാമത്തെ അരിപ്പത്രി. യെസ്, ഓക്കെ. ഇനി വാഷ് ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ ബില്ല് തരാം. നമ്മുടെ ബ്രോയുടെ പാഴ്സലും കൂടെ ചേർത്ത് 380. അപ്പോഴും ലാഭമാണ് അല്ലേ? ഷാപ്പിൽ പോയി കറി കഴിക്കാൻ തന്നെ കറിക്ക് മാത്രം 10-400 രൂപ. അല്ല, അത് സത്യമാണ്. ഈ ഷാപ്പിലൊക്കെ നമുക്ക് നാടനായിട്ട് കിട്ടുമെന്ന് പറഞ്ഞ ഒരു പ്രത്യേക എഫക്റ്റ് ആണ്. നിങ്ങൾ കുട്ടനാടുകാരാണോ? ആ, അപ്പൊ അതാണ് അതിന്റെ ട്രേഡ് സീക്രട്ട് എന്ന് പറഞ്ഞത് അല്ലേ? കാരണം നമ്മൾ കഴിച്ചു തുടങ്ങിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായി. ചേട്ടനെ കുട്ടനാട് നമുക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ കഴിച്ചു തുടങ്ങിയതിലെ എനിക്ക് ഷാപ്പിൽ ടേസ്റ്റ് ഉണ്ട്. അതെ, 380 അല്ലേ? ഓക്കെ, നല്ല ഫുഡായിരുന്നു കേട്ടോ.